കുട്ടി ആരുടെ കസ്റ്റഡിയിലാണ്? ഈ കൊച്ചു അവിടെ നിന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ നോക്കും. കോടതി മൊത്തം പെർഫെക്റ്റ് സൈലൻ്റായി. കുട്ടി ആരുടെ കസ്റ്റഡിയിലാണ്? കുട്ടി ആരാ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം രണ്ടുപേർക്കും ആൻസർ ഇല്ല. രണ്ടുപേർക്കും വേണ്ട കുട്ടീനെ. വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കിയത് അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. കാരണം മേ ബി 3 പേരും വന്നത് ഒരേ വീട്ടിൽ നിന്നായിരിക്കും. ചോദിക്കുമ്പോൾ നമുക്ക് വേണം അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചേർത്ത് പിടിക്കാൻ നോക്കില്ലേ? ചേർത്ത് പിടിക്കാൻ നോക്കിയെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ, കാരണം കോടതിയുടെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നിൽക്കുന്നത്, ഡൈവോഴ്സിനാണ് നിൽക്കുന്നത്, ഡൈവോഴ്സ് ഗ്രാൻഡ് ചെയ്ത് കിട്ടണം എന്നുള്ള ഉദ്ദേശം മാത്രമേ രണ്ടുപേർക്കും ഉള്ളൂ. നടക്ക് കുട്ടിയുടെ കുറിച്ച് ചിന്തിച്ചില്ല, അവരും ചിന്തിച്ചില്ല. കോടതി കുട്ടി ആരുടെ കൂടെയാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് കോടതി മൊത്തം പെർഫെക്റ്റ് സൈലൻ്റായി. കാരണം ഒരു മറുപടി ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ കുഞ്ഞെൻ്റെ കൂടെയാണ്, കുഞ്ഞിനെ എനിക്ക് വേണം എന്നൊന്ന്. അപ്പോൾ ആ ഒരു പോയിന്റ് 1 സെക്കൻഡ് അവിടെ സൈലൻ്റ് ആയപ്പോഴത്തേക്കും ഈ കൊച്ചു അവിടെ നിന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുക. കാരണം എന്ത് ചെയ്യാൻ, അപ്പോൾ മറുപടി ഇല്ല. അപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ അമ്മ ആ കൊച്ചിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ഞാൻ നോക്കിക്കോളാം എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പക്ഷെ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഒരു മൂവി കാണുന്നു അതുപോലെ. കാരണം ഞാനത് അവിടെ തൊട്ട് ഈ കുട്ടി വരുന്നത്, കാരണം നല്ലൊരു ഫ്രോക്കൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്തപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കൂടെ എന്തെല്ലാം കടന്നു പോയിട്ടുണ്ടാവും. എന്നിട്ട് തിരിച്ചു പോയപ്പോൾ അമ്മ കൊച്ചുമായിട്ട് പോയി, അയാളുടെ പാട്ടിന് പോവുകയാണ് ചെയ്തത്.